Hello, good morning. Good morning, teacher. Jasmine. Good morning. Good morning. എങ്ങനെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? ഓക്കെ. നമ്മളുടെ ചാപ്റ്റർ ഒക്കെ വായിച്ചു നോക്കണ്ടോ? തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകതയാണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക്. ഇച്ചിരി പാടാണ് നമ്മൾ കമ്പയർഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളില് ചാപ്റ്റേഴ്സിന്റെ എന്താ പറയാ നമ്പർ വൈസ് കൂടുതലാണെങ്കിലും ചാപ്റ്റേഴ്സ് ഒക്കെ അത്രയധികം വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഞാനെടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസ് എന്താ പറയാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, അതൊക്കെ മാത്രമേ വലുതുണ്ടായിരുന്നുള്ളൂ. ഐ തിങ്ക് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 10 പേജൊക്കെ മാക്സിമം വരുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇത് ഇച്ചിരി എന്താ പറയാ ലെങ്തിയുമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാ ബിസിനസിനും കൂടി കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോസ്പിറ്റൽ അല്ലാതെയുള്ള മറ്റ് പലതരത്തിലുള്ള സംരംഭങ്ങളും ഉണ്ടല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകൾക്ക് എല്ലാം കൂടി കോമൺ ആയിട്ട് വേണ്ട ചില ചാപ്റ്റേഴ്സ് ആണ് ഇത്. മാർക്കറ്റിംഗ്, അതെല്ലാ ബിസിനസ്സിനും ഉള്ളതാണ്. ഈ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് എല്ലാ ബിസിനസ്സിലും കുറെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അതായത് മാൻ പവർ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പോണന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ കോമൺ ആയിട്ട് വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ലെങ്തിയുമാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? ഏതാ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? ജോബ് ഡിസ്ക്രിപ്ഷൻ, മാൻ പവർ പ്ലാൻ കമ്പോണന്റ്. മാൻ പവർ പ്ലാനിങ് കമ്പോണന്റ്സ് ആണോ പറഞ്ഞു നിർത്തിയ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ ഓർമ്മ അങ്ങനെയാണല്ലോ. റിക്രൂട്ട്മെന്റ് എന്താന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, ഏത് ബിസിനസ് ഏതെങ്കിലും ഓർഗനൈസേഷനിലും, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ കൂടി അതിനകത്തേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ ഡിസ്കവർ ചെയ്ത് അവരുടെ ഓർഗനൈസേഷന്റെ വേക്കൻസീസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട മീനിങ് എന്ന് പറയുന്നത്. ഡിസ്കവറിംഗ് talented applicants for actual or expected organizational vacancies. അതായത് ഇപ്പോൾ ഉള്ളതും അതുപോലെ ഇനി വരാനായിരിക്കുന്നതുമായിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ എത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ കണ്ടെത്തുന്നു, അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് എന്താ പറയാ പൊട്ടൻഷ്യൽ എംപ്ലോയീസ്. അതായത് നമുക്ക് ഭയങ്കര കഴിവുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക and encouraging them to apply for the jobs in that particular organization. ആ ഓർഗനൈസേഷനിലെ ജോലിക്ക് വേണ്ടിയിട്ട് ആളുകളെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞതാ എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മൾ എന്താ പറയാ അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം. എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ മീനിങ്. അത് നമ്മൾ പറഞ്ഞത് ഡിസ്കവറിംഗ് ടാലന്റഡ് ആപ്ലിക്കൻസ് ഫോർ ആക്ച്വൽ ഓർ എക്സ്പെക്ടഡ് ഓർഗനൈസേഷണൽ വേക്കൻസീസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എങ്കിൽ അതെന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്? അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ഓർഗനൈസേഷൻ. ഏതെങ്കിലും ഒരു ജോലി സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സംരംഭത്തിൽ ആളുകളെ എങ്ങനെ നമുക്ക് അട്രാക്ട് ചെയ്യാം, അതായത് ഒരു ജോലിക്ക് വേണ്ടി അട്രാക്ട് ചെയ്യിപ്പിക്കാം, അവരെ കൊണ്ട് എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലിക്കേഷൻ തരാനായിട്ട് എങ്ങനെ നമുക്ക് അവരെ ആകർഷിക്കാം എന്നുള്ളത് ആ ഒരു പ്രോസസ്സാണ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അതിന്റെ മീനിങ് എന്നും അതെന്താണ് പ്രോസസ് എന്നും രണ്ട് രീതിയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയാ ഇനി ഈ പറയുന്ന റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ഏത് റൈറ്റ് ടൈപ്പ് ഓഫ് ആളുകളെ, ഏത് കൃത്യമായ കഴിവുകളും അതുപോലെ കപ്പാസിറ്റിയും അനുസരിച്ച് കൃത്യമായ ആളുകളെ കൃത്യമായ സ്ഥലത്ത് എന്താ പറയാ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത് പീപ്പിൾസിനെ നമ്മൾ പുറത്തുനിന്ന് ഹയർ ചെയ്യണം, എവിടെ നിന്ന് എടുക്കണം, ലേബർ മാർക്കറ്റിൽ നിന്ന് ആളുകളെ എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് പോളിസീസ് ഒക്കെ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, ഓർഗനൈസേഷന്റെ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. എത്രത്തോളം വലിപ്പമുള്ള ഓർഗനൈസേഷൻ ആണ്. ഐ തിങ്ക്
പറയുന്നത് ബിൽഡിങ്ങിന്റെ വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ട് ഓൾ തിങ്സ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ നടക്കുന്നത്. ഒരുപാട് വൈഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ബിഗ് ഓർഗനൈസേഷൻ ആണ്. ഏതെങ്കിലും ഒരു സിംഗിൾ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്മോൾ ഓർഗനൈസേഷൻ ആണ്. ബിൽഡിങ്ങിന്റെ മാത്രം വലിപ്പം നോക്കിയിട്ട് നമുക്ക് ഓർഗനൈസേഷൻ വെദർ ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ദാറ്റ് എഫക്ട്സ് ദ റിക്രൂട്ട്മെന്റ്. അപ്പൊ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പൊ അവിടെയൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തണം. ഓക്കെ, അപ്പൊ അതൊരു വലിയ ഘടകം തന്നെയാണ്. പിന്നെ എന്താണ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് ഏതൊക്കെ രീതിയിലുള്ള എംപ്ലോയ്മെന്റ് സാഹചര്യങ്ങളാണ്, അവസ്ഥകളാണ് നമ്മുടെ ഓർഗനൈസേഷനുള്ളത്, അതും ഒരു ഘടകമാണ്. ഏതൊക്കെ തരത്തിലുള്ള, അതായത് എന്ത് കണ്ടീഷൻസ്, എന്തൊക്കെ വ്യവസ്ഥകൾ, അവസ്ഥകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വേണം റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട്. അത് മറ്റൊരു ഫാക്ടറാണ്. പിന്നെ റിസൾട്ട് ഓഫ് പാസ്റ്റ് റിക്രൂട്ടിംഗ് എഫക്ട്, നേരത്തെ നമ്മൾ എന്താ പറയുക മുൻകൂട്ടി എങ്ങനെയൊക്കെ ആയിരുന്നു ആളുകളെ ഈ ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്, അത് വെച്ചിട്ട് അതായത് ആളുകളുടെ പെർഫോമൻസും, അതായത് ജോലിക്കാരുടെ പെർഫോമൻസ് അവരത് കൃത്യമായിട്ട് പണ്ട് അപ്പോയിന്റ് ചെയ്തവരാണ്. പക്ഷെ ഇപ്പോഴും ദേ ആർ ഡൂയിങ് വെൽ, അത് നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പണ്ട് വന്നപ്പോ ഉണ്ടായിരുന്ന സ്റ്റേജിലല്ല, ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതും മറ്റൊരു ഘടകമാണ് റിക്രൂട്ട്മെന്റിന്റെ. വെറുതെ കൊണ്ടുവന്ന കുറെ ആളുകൾക്ക് ജോലി കൊടുത്ത് റിക്രൂട്ട്മെന്റ് നടത്തി ആ വർഷത്തോട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിനെ എന്താ പറയാ അഫക്ട് ചെയ്യും. അവര് ചിലപ്പോൾ ഉഴപ്പും, അതായത് വന്നപ്പോ ജോലിയിലൊക്കെ ഭയങ്കര ആത്മാർത്ഥതയൊക്കെ കാണിച്ചിരുന്നു, പിന്നീട് കുറെ കഴിയുമ്പോൾ ഉഴപ്പാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ദാറ്റ് അവര് അത് എത്രത്തോളം ചെയ്യുന്നുണ്ട്, ഗുഡ് പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള അവരുടെ കപ്പാസിറ്റി ഒക്കെ, അതും ഒരു ഘടകമാണ്. പിന്നെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതായത് നമ്മൾ ജോലി ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സാഹചര്യം, നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന കുറെ സാഹചര്യം, പിന്നെ നമ്മുടെ സാലറി, അതും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സാഹചര്യം ഒത്തിരി നല്ലതൊക്കെയാണ്, പക്ഷെ സാലറി ഇല്ലെങ്കിലോ ഇറ്റ് വിൽ അഫക്ട് ദ റിക്രൂട്ട്മെന്റ്. അത് റിക്രൂട്ട്മെന്റിന്റെ പോരായ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, നല്ല സാലറി ഉണ്ട്, ബട്ട് ദ വർക്കിംഗ് കണ്ടീഷൻസ് ഓർ ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഈസ് വെരി ബാഡ്. നമുക്ക് ജോലി ചെയ്ത മനസ്സമാധാനത്തോടെ നമ്മളുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മനസ്സോടെ നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ കിട്ടുന്ന അറ്റ്മോസ്ഫിയർ വളരെ മോശമാണ്. നമ്മളോട് ഡീൽ ചെയ്യുന്ന രീതി, മറ്റുള്ള ആളുകൾ, നമ്മുടെ സബോർഡിനേറ്റ്സ് ആയാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും നമ്മുടെ എംപ്ലോയേഴ്സ് ആയാലും നമുക്ക് ജോലി തന്ന ആളുകളായാലും, ഇഫ് ദേ ആർ ബിഹേവിങ് വെരി ബാഡ്ലി ടു അസ്, നമ്മളോട് വളരെ മോശമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ബിഹേവ് ചെയ്താലോ, അത് എന്താ പറയാ, അതൊക്കെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഇത് കുറയാണ് ചെയ്യുക. നമുക്ക് നമ്മളുടേതായ കൂടുതൽ ഔട്ട്പുട്ടുകൾ തരാനായിട്ട് പറ്റില്ല. നമ്മൾ പരമാവധി നമ്മൾ എന്താ പറയാ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ നിന്ന് മാറിപ്പോയാൽ മതി. നമ്മൾ ടെൻസ്ഡ് ആകും, നമുക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ, അതുപോലെ തന്നെ സാലറി, മറ്റു പാക്കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓരോ ഓർഗനൈസേഷൻസും ഷുഡ് ഗ്രോ ബൈ ഇയർ ആഫ്റ്റർ ഇയർ അല്ലെ. ഓരോ വർഷങ്ങൾ ചെയ്യുന്ന തോറും അല്ലെങ്കിൽ ഓരോ സമയങ്ങൾ കഴിയുന്നതോറും ഒരു ഓർഗനൈസേഷൻ അവർ ഏത് രീതിയിലാണ് സെറ്റപ്പ് ചെയ്തത് അതേ നിലയിൽ തന്നെ നിൽക്കാൻ പാടില്ല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പാടില്ല. ഷുഡ് ഗ്രോ. അവരുടെ ഗ്രാഫിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ആ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ചിലപ്പോൾ ഒരു 1 ലക്ഷം രൂപയിൽ തുടങ്ങിയ ഒരു ബിസിനസ് ആണെങ്കിൽ ചില ആളുകൾ ബിസിനസ്സിൽ ഇങ്ങനെ പോയി ഭയങ്കര ഹൈ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അല്ലെ. അത് എങ്ങനെയാ, ചിലർ അതൊന്നൊക്കെ ഇങ്ങനെ തന്നെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ പണ്ടും അത് അങ്ങനെ തന്നെ, ഇപ്പോഴും അത് അങ്ങനെ തന്നെ. ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു രീതിയിലും മാറ്റമില്ല. ഓർഗനൈസേഷന്റെ വലുപ്പത്തിലോ അവിടെ ജോലി ചെയ്യുന്നവരുടെ ആളുകളുടെ എണ്ണത്തിന്റെ മാറ്റത്തിലോ അതുമില്ല, ഒന്നുമില്ല. അന്ന് എന്തോ ചെയ്തുകൊണ്ടിരുന്ന അതേ ബിസിനസ് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. നമുക്ക് അറിയാം നമ്മുടെ വീഗലാൻഡ്, അതായത് വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അത് മാറ്റിയ അത് ഒരു വലിയ ബിസിനസ് സംരംഭകൻ. അദ്ദേഹം എന്തോ ഒരു വിഗാർഡിന്റെ ഒക്കെ എന്തോ ഒരു സ്റ്റെബിലൈസറിന്റെ ഒരു ഇതുമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് ആണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വളർന്നു എവിടെ നിൽക്കുന്നു, ആ ഒരു ബിസിനസ് അദ്ദേഹത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു വികസനം, ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഹോൾ വേൾഡ് അറിയപ്പെടുന്ന ഒരു ഇതായി മാറി അല്ലെ. അതൊക്കെ എന്താ പറയാ ഗ്രോത്ത് റേറ്റ് ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് വിച്ച് അഫക്ട്സ് ദ റിക്രൂട്ട്മെന്റ്. പിന്നെ എന്താ പറയാ ലെവൽ ഓഫ് സീസണാലിറ്റി ഓപ്പറേഷൻസ്, അതായത് ഓരോ സീസൺസ് അനുസരിച്ച് ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ. പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്രൊസീജിയേഴ്സ്,
പിന്നെ പ്രൊഡക്ഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ ഇതിന്റെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ കൾച്ചറൽ, ഇക്കണോമിക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ സാംസ്കാരികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കും. ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നൂലാമാലകളും നിയമ രീതികളും, അത് ഇക്കോണമി, നമ്മുടെ നാടിന്റെ എന്താ പറയാ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം തുടങ്ങാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നൗ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് ആണ്, സ്റ്റെപ്സ്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് എന്തൊക്കെ എന്താ പറയാ തട്ടുകളുണ്ട് അല്ലെങ്കിൽ നിലകളുണ്ട്, എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ട് എന്നാണ് നോക്കാം. ഇത് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് ആളുകളെ നിയമിക്കുന്നതിന് നമ്മൾ എങ്ങനെ ഒരാളെ എന്താ പറയാ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ചെയ്യല്ല, ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വിലക്കെടുക്കുക. പുറത്തുനിന്ന് ഒരു ജോലിക്കാരനെ അല്ലെങ്കിൽ ജോലിക്കാരിയോ നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് അവരെടുക്കുന്നത്, അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് എന്ന് പറയുന്നത് കമ്പനി സാധാരണ ഈ ഹയറിംഗ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എൻകറേജസ് കൺസിസ്റ്റൻസി വിത്തിൻ ദ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ് ആണ്. അതായത് മിക്കവാറും ഏതെങ്കിലും പുറത്തുനിന്ന് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിനേക്കാളും ഉപരി കുറേയൊക്കെ കാര്യങ്ങൾ അവരുടെ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടെയുള്ള നിലവിലുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെ, അതായത് അവരുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെയായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തുക. എന്നിട്ട് താഴേക്ക് ഏതെങ്കിലും ഏറ്റവും അടിയിൽ, അതായത് ബോട്ടം ലെവലിലേക്ക് ഏതെങ്കിലും ആളുകളെ എംപ്ലോയീസിനെ നിയമിക്കാൻ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവര് ഹയർ ഫ്രം ദ ലേബർ മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലേബർ മാർക്കറ്റിൽ നിന്ന് ഹയർ ചെയ്യുക. അല്ലാതെ നിലവിലുള്ള ഏതെങ്കിലും പൊസിഷൻസ് വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടെയുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്ന് ദേ വിൽ സെലക്ട് ഓർ റിക്രൂട്ട്. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് ചിലപ്പോൾ പ്രൊമോഷൻസോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്തു മുകളിലേക്ക് കയറ്റി വിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പോളിസി ഇറ്റ് മീൻസ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ പറയുന്ന റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് ഓർ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. അതായത് പല പ്രൊസീജിയേഴ്സിലൂടെ എങ്ങനെ നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കാം എന്നതിന്റെ ഒരു ഫ്രെയിം വർക്കാണ് അങ്ങനെയുള്ള ഈ റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം. അതായത് നമുക്ക് എങ്ങനെ ഒരു ജോലി സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷനിൽ ആളുകളെ പല റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ, അതിന്റെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഈ റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് അതിനകത്ത് അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്, അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ജനറൽ ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഹൗ ടു എംപ്ലോയ് ഓർ ഹൗ ടു റിക്രൂട്ട്, എങ്ങനെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് വേണ്ട പ്രിൻസിപ്പിൾസ് അവർ പറയുന്നതാണ്. ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ഈച്ച് ജോബ്. നിങ്ങൾ അത് പഠിച്ചാൽ മതിയ പോയിന്റ്. റിക്രൂട്ട്മെന്റ് പോളിസീസിന്റെ പ്രിൻസിപ്പിൾസ്, റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസിലാണ് റിക്രൂട്ട്മെന്റ് പോളിസി അധിഷ്ഠിതമായിരിക്കുന്നത്. ഒന്നാമത്തെ ഇതാണ് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും വേണ്ട ആളുകളെ നിയമിക്കുമ്പോൾ ബെസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുക, അവരെ നിയമിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ കാര്യം എന്താണ്? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ജോബ്. അതായത് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും, പല പല ക്വാളിഫൈഡ് ആയിട്ടുള്ള പല പല കഴിവുകളുള്ള ആൾക്കാർ, അതിൽ നിന്നും ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കണം. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫ്രൂട്ട്സും മറ്റൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് അല്ലെ? എങ്ങനെ സെലക്ട് ചെയ്യാ എന്തൊക്കെയായാലും എനിക്ക് എന്താ പറയാ, ഞാനൊരു ആവറേജിൽ ഇൻകം ആളാണ്, അതുകൊണ്ട് എനിക്ക് സാധാരണ ഉള്ളതൊക്കെ മതി, നല്ലതൊന്നും വേണ്ട. ഞാനും കൊടുക്കുന്നത് പൈസ തന്നെയാ, പൈസ കൊടുക്കാൻ നമുക്ക് കിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ ഉള്ളത് ചൂസ് ചെയ്യും? നല്ലതുള്ളത് അല്ലെ? നല്ലത്, ഇത് കുഞ്ഞ് എന്തെങ്കിലും ചെറിയ മാർക്കിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെച്ചിട്ട് നല്ലതൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത്, ഒരു കേടോ പാടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡോട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ? അപ്പൊ അതുപോലെ ആപ്ലിക്കൻസ് കിട്ടിക്കഴിയുമ്പോൾ ആപ്ലിക്കേഷൻസിൽ നിന്ന് അവര് ദേ ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തേത് ടു എംപ്ലോയ് ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. അതായത് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഹയർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നല്ലതും അതുപോലെ പ്രോമിസിങ്, അതായത് നമുക്ക് ഉറപ്പുള്ളത്, നമുക്ക് ഭയങ്കര ഉറപ്പുണ്ട്, അതായത് നമ്മുടെ കൂടെ നിൽക്കും ഏത് സിറ്റുവേഷൻസിലും, നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത്തരം എംപ്ലോയീസ് വിൽ നോട്ട് ഗോ എനിമോർ. അവരവിടെ നിന്ന് വിട്ടുപോകില്ല, നമുക്ക് അവരെ ചേർത്ത് നിർത്താൻ പറ്റും, നമുക്ക് അവരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളവരെ എന്ത് ചെയ്യുക, എംപ്ലോയ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ്. അതായത് ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ അവർക്ക് റിക്രൂട്ട്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ലൈഫ് ടൈം ഇന്ന് വന്നിട്ട് അടുത്ത മാസം തിരിഞ്ഞു പോകാനുള്ളത് ആ രീതിയിലല്ല
ചെയ്യേണ്ട അവർക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ്, ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കുക ഒരു ഓർഗനൈസേഷനിൽ. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ അവരുടെ വർക്കിംഗ് കരിയർ, അവർ ആ ജോലി സ്ഥാപനത്തിൽ എത്ര നാളുകളോളം അവരവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ അവർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ മോശമായി ട്രീറ്റ് ചെയ്യരുതെന്ന് ആണ് ഉദ്ദേശിച്ചത്. Okay, and the last one, to provide programmers and facilities of personal growth on the job. അതായത് ജോലി ചെയ്യുന്നതോടൊപ്പം ഓരോ എംപ്ലോയീസിനും അവരുടേതായ വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കൂടി ഒരുക്കി കൊടുക്കുക. വികസനം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഓർഗനൈസേഷന്റെ വികസനം മാത്രമല്ല, ആ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും കൂടിയുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ റിക്രൂട്ട്മെന്റ് പോളിസി ഈസ് ബേസ്ഡ് ഓൺ ദീസ് 4 പ്രിൻസിപ്പിൾസ്. ഈ 4 തത്വങ്ങളിലാണ് റിക്രൂട്ട്മെന്റ് പോളിസി ബേസ് ചെയ്തിരിക്കുന്നത്. ആ 4 തത്വങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വരുന്ന 4 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ ഓർത്തിരിക്കുക. ടു സെലക്ട്, അപ്പൊ ചിലപ്പോ അതെല്ലാം തരും, ചിലപ്പോൾ ഒരെണ്ണം അതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും തരാം. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ എന്താ? ടു സെലക്ട് ആൻഡ് എംപ്ലോയ് മോസ്റ്റ് പ്രോമിസിംഗ് ഫ്രം ദ ഹയേർഡ്. പിന്നെതാണ് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ്. പിന്നെ ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലൈഫ് ടൈം വർക്കിംഗ് കരിയേഴ്സ് ഫോർ ദ ജോബ്. പിന്നെ ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ ദ പേഴ്സണൽ ഗ്രോത്ത് ഓഫ് ദ ജോബ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പില് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ 4 പോയിന്റ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ്. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പോളിസി, രണ്ടാമത്തേത് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ഫോർ എന്താ പറയാ ന്യൂ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ്, ഹയർ ചെയ്യുന്നതാണ്. വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ഓൾ ബിസിനസ്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കാര്യമല്ലട്ടം പറയുന്നത് മാത്രമല്ലാന്ന്, അത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഉണ്ടാകും. പുതിയ പുതിയ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ ജോലിക്കാരെ ഹയർ ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള പോളിസി ഒന്നുമില്ല. ഇറ്റ്സ് ഡിഫറെന്റ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷന്റെയും പ്രത്യേകം അവരുടെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചാണ് അവരവരുടെ പുതിയ പുതിയ സ്റ്റാഫിനെ നിയമിക്കുന്നത്. ഹോസ്പിറ്റൽസിൽ ഒരു രീതിയിലാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിൽ ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ വേറെ രീതിയിലായിരിക്കും പോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി ന്യൂ സ്റ്റാഫ്, പുതിയ പുതിയ സ്റ്റാഫിനെ എംപ്ലോയ് ചെയ്യുന്നത്. അതിനൊരു പർട്ടിക്കുലർ ജനറലി ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഫോർമുല ഇല്ല. ഇന്ന രീതിയിലാണ് എല്ലാവരും പുതിയ പുതിയ സ്റ്റാഫിനെ അവരവരുടെ ഓർഗനൈസേഷനിൽ നിയമിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഫോർമുല ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായ ഒരു പ്രൊസീജിയർ ഇല്ല. എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാ ബിസിനസ് എന്റർപ്രൈസസിനും ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ദേ ഹാവ് ദെയർ ഓൺ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയേഴ്സ്. അവർ തന്നെ ഉണ്ടാക്കി തിട്ടപ്പെടുത്തിയ ഒരു പ്രൊസീജിയറും ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഇതൊരു ഓർഗനൈസേഷൻ, ഇവിടെ എങ്ങനെയാണ് പുതിയ പുതിയ സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആ രീതി ആയിരിക്കില്ല. തൊട്ടപ്പുറത്ത് വേറെ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ അവര് പുതിയ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതി ആ രീതിയിലാവില്ല. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് വൈൽ അപ്പോയിന്റിങ് ഓർ വൈൽ പോസ്റ്റിംഗ് എ ന്യൂ സ്റ്റാഫ്. ഒരു പുതിയ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതില് ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിങ്ങനെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഫോർമുല ഇല്ല, ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇല്ല വൈൽ സെലക്ടിങ് ഓർ പോസ്റ്റിംഗ് എ ന്യൂ സ്റ്റാഫ്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഡിസൈർഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻ പവർ ഷുഡ് ബി അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. അതായത് ഇവരെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള നല്ല നമ്പർ, ക്വാണ്ടിറ്റിയും എണ്ണവും അതുപോലെ തന്നെ എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. എത്ര ആളുകളെ അപ്പോയിന്റ് ചെയ്യണം, എത്ര ആളുകൾക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യണം എന്നുള്ളത് എണ്ണത്തിലും അതുപോലെ ഗുണനിലവാരത്തിലും ഉണ്ട്. പക്ഷെ while taking this into consideration, don't forget that they are hired at a minimum possible cost. ഇവരെയൊക്കെ നമ്മൾ എടുക്കുന്നത്, ഹയർ ചെയ്യുന്നത് ഏറ്റവും പരമാവധി ചെലവ് ചുരുങ്ങിയ രീതിയിലാണ്. നോക്കാം, ഇതിപ്പോ ഒരു ഓർഗനൈസേഷൻ ആണ്, ഇതൊരു എന്താ പറയാ എഡ്യൂക്കേഷൻ ഹബ്ബാണ്, ഇതൊരു ഓർഗനൈസേഷൻ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഒത്തിരി സ്റ്റാഫുകൾ, ഇവിടെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇഫ് ദേ ഹാവ് ടു എന്താ പറയാ അപ്പോയിന്റ് ന്യൂ ടീച്ചേഴ്സ്, പുതിയ ടീച്ചേഴ്സിന് ഇനി വേണം, പുതിയ കോഴ്സസ് ഒക്കെ തുടങ്ങുന്നു. സോ വെൻ ദേ ആർ ഗിവിംഗ് ഓഫറിംഗ് എ ഹൈ സാലറി, ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ ഒരു വലിയ ഹൈ സാലറി ഒക്കെ ഓഫർ ചെയ്തുകൊണ്ട് വേറെ ടീച്ചേഴ്സിന് വേണമെങ്കിൽ അവർക്ക് അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഒത്തിരി വന്ന് കൂടും. കാരണം എന്താ?
അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറീസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം? അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് വിൽ നോട്ട് ബി ദ സക്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒത്തിരി ഓഫർ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ അതിന് അപ്ലിക്കേഷൻസ് തരാനുണ്ടായിരിക്കും. പക്ഷെ അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്, ഏറ്റവും ചുരുങ്ങിയ രീതിയിലും എന്നാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും റൈറ്റ് ക്വാണ്ടിറ്റിയിലും ആളുകളെ ചൂസ് ചെയ്യുമ്പോഴാണ് അതെന്താകുക? ഒരു നല്ല ഒരു റിക്രൂട്ട്മെന്റ് ആകുക. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാ ഓർഗനൈസേഷനും ശ്രദ്ധിക്കണം. പക്ഷെ എല്ലാവർക്കും ഒരു ഒറ്റ രീതിയിലല്ല ന്യൂ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, എംപ്ലോയ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് they have to take into consider the quality of manpower at the minimum possible cost. ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണേ. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ അവര് എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡിസൈർഡ് ക്വാണ്ടിറ്റി, ഡിസൈർഡ് ക്വാളിറ്റി അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ ആ പോയിന്റ്? കുഞ്ഞു പോയിന്റ് ആയിരുന്നു. റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ഫസ്റ്റ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് പോളിസി ആയിരുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ക്ലിയർ ആണോ 2 പോയിന്റും? യെസ്, അതൊന്ന് വായിച്ചു നോക്കിയാ 2 പോയിന്റ് ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. 2 പോയിന്റ് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടോന്ന് നോക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാലോ? പറഞ്ഞോട്ടെ അടുത്ത പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു പ്രീ ഡിസൈഡ് ആണ്, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി മാൻ പവർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഏതോ ഒരു ഓർഗനൈസേഷനിലേക്ക് എത്ര ആൾക്കാരെയൊക്കെ വേണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ വേക്കൻസി ഉണ്ട്, അവിടേക്കൊക്കെ ആൾക്കാരെ നിയമിക്കണം. അപ്പൊ അത് എത്ര പേരെ വേണം എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കണം. അല്ലാണ്ട് ഓടി നടന്നിട്ട് ആ ഒരു സമയം വരുമ്പോ, ഇപ്പൊക്കെ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ആ സമയം വരുമ്പോ എന്തെങ്കിലും ആൾക്കാരില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്. ഏതൊക്കെ ഇപ്പൊ പല സ്ഥലത്തും വേക്കൻസീസ് വരും. ചിലപ്പോ റിട്ടയർ ചെയ്ത് പോകുന്നതിന്റെ വേക്കൻസി ആകാം, ചിലര് നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതിന്റെ ആകാം, ചിലപ്പോൾ പോകുന്നതായിരിക്കാം, ചിലപ്പോൾ മരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിലീവ് ചെയ്ത് പോകുന്നവരൊക്കെ ആയിരിക്കാം. സോ ദാറ്റ് ഗ്യാപ്പ് ഷുഡ് ബി ഫിൽഡ്. അപ്പൊ അങ്ങനെയുള്ള ഗ്യാപ്സ് ഒക്കെ ഈ വേക്കൻസീസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എത്ര എണ്ണം വേണം എന്നതിനെ കുറിച്ച് മുൻകൂട്ടി തീരുമാനിക്കുന്നത്, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പൊ അതിനൊരു ഫോർകാസ്റ്റിംഗ് നടത്തണം. അല്ലാണ്ട് ആ സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ഡിസിഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? റിക്വസിഷൻ ഓർ ആൻ ഇന്റന്റ്, ഒരു റിക്വസിഷൻ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന എന്നാണ് അതിന് വിളിക്കുക. അപ്പൊ ഒരു റിക്വസിഷൻ ഒന്ന് ഫയൽ ചെയ്യാം, ഒരു ഇന്റന്റ് ഫയൽ ചെയ്യാം. ആർക്ക്? ബൈ ദ ഒഫീഷ്യൽ, ലൈൻ ഒഫീഷ്യൽ, അതായത് ഓരോ ക്ലയന്റിലുള്ള സ്റ്റാഫുകളുടെയും
സോറി, ഓക്കെ. അപ്പൊ ഒരു ലൈൻ ഓരോ എന്താ പറയാ ഓർഗനൈസേഷനിലും ഓരോ ലൈൻ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ഒഫീഷ്യൽസ് ഉണ്ടാവും. ചിലപ്പോ ഒരാൾക്ക് ഒരു എന്താ പറയാ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാകും, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ ഒരു ലീഡർ എന്ന് കൊള്ള പോലെ. അപ്പൊ അങ്ങനെയുള്ള ലൈൻ ഒഫീഷ്യൽസ് എന്ത് ചെയ്യണം, ഒരു റിക്വസിഷൻ സബ്മിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഇത്ര നമ്പർ ഓഫ് ആളുകളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലേക്ക് ഇത്ര വേക്കൻസീസ് ഉണ്ട്, ഇത്ര ആൾക്കാരെ നമുക്ക് എന്താ പറയാ റിക്രൂട്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ലൈൻ ഒഫീഷ്യൽസും അവരവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അവരുടെ ലൈനിൽ വേണ്ട ആളുകളുടെ എണ്ണം നോക്കിയൊക്കെ അവരൊരു ഇന്റന്റ് സമർപ്പിക്കണം. ഈ റിക്വസിഷൻ എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥനയാണ്. ഒരു ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ സമർപ്പിക്കുക. ഈ റിക്വസിഷൻസ് ഷുഡ് ബി ചെക്ക്ഡ്. ഇത് ആര് ചെക്ക് ചെയ്യും? ഇത് എല്ലാ പോസ്റ്റിലും വന്നിരിക്കുന്ന റിക്വസിഷൻസ് ഒക്കെ എല്ലാം എടുത്തിട്ട് നോക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റോ മാനേജറിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ ബ്രാഞ്ചിൽ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഈ ഇന്റന്റുകളൊക്കെ വിൽ ബി വെരിഫൈഡ് ഓർ ചെക്ക്ഡ്. അത് ആരെങ്കിലും ഒക്കെ ചെക്ക് ചെയ്യുന്നു, മാനേജേഴ്സോ ആരാന്ന് വെച്ചാൽ അവരത് ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഓൾ തിങ്സ് വിച്ച് ഈസ് ഗിവൺ, അതായത് അതിനകത്ത് തന്നിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഇവിടത്തേക്ക് വേക്കൻസീസിന്റെ എണ്ണോ മറ്റൊക്കെ നോക്കി ചെക്ക് ചെയ്തു. ഇഫ് ദേ ആർ ഫൈൻഡിങ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്, അതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടപടിയിലേക്കൊക്കെ പോകും. പക്ഷെ ബിഫോർ ദാറ്റ്, അങ്ങനെ പോകുന്നതിന് മുമ്പ് they have to decide what will be the initial pay. അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് എന്താണ്, അതിന്റെ കൂടെ TAD അങ്ങനെ ഇങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ടല്ലോ, കുറെ എന്താ പറയാ ബെനിഫിറ്റുകളും അലവൻസുകളും ഒക്കെ അതൊക്കെ ഉണ്ട്. അപ്പൊ പേയ്മെന്റ്, അവരുടെ സ്കെയിൽ ഓഫ് പേയ്മെന്റ്, പിന്നെ അവർക്ക് കൊടുക്കുന്ന അലവൻസുകൾ, പിന്നെ അതൊക്കെ എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെന്റ്. അപ്പൊ മാൻ പവർ എത്രണ്ണം വേണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേയ്മെന്റ് സ്കെയില്, അവർക്ക് കൊടുക്കുന്ന അലവൻസുകള്, മറ്റേതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ആസ് ഏർലി ആസ് പോസിബിൾ. അതൊക്കെ നേരത്തെ കൂടി തീരുമാനിക്കണം. അറ്റ് ദ എൻഡ്, അവസാനമാണ് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഇന്ന ജോലിയൊക്കെ ഇന്ന ആൾക്കാർ ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ട ജോലിയൊക്കെ സ്പെസിഫൈ ചെയ്ത് വെക്കണം എന്ന്. വരുമ്പോ ഓടി വന്നിട്ട് അങ്ങോട്ട് കയറിക്കോ ഇങ്ങോട്ട് കയറിക്കോ എന്നല്ല പറയാ. നേരത്തെ കൂട്ടി ഇന്ന ടീച്ചർ ഇന്ന ആളുകൾക്ക് ഇന്നത് കൊടുക്കുക, ഇന്ന ഡ്യൂട്ടി ഇന്ന നഴ്സിന് കൊടുക്കുക, അങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന അതിന് ശേഷമാണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റിൽ വരിക. മനസ്സിലായോ? അത് ലൈൻ മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും ഈ ജോബ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓരോ ലൈൻ മാനേജേഴ്സിനെ, ലൈൻ ഒഫീഷ്യൽ പറഞ്ഞല്ലോ നേരത്തെ, അവിടുത്തെ ഓരോരുത്തരെയും മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ആ ലൈൻ മാനേജേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്ക് ഏതൊക്കെ ജോലികൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. അപ്പൊ എന്താണ്, ഇന്റന്റ് അല്ലെങ്കിൽ ഒരു റിക്വസിഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ line official. After checking these intent or requisition, posts will be allotted to department and branch-ലേക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ പോസ്റ്റിംഗ് വരും. അപ്പോ if the intent is found correct, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള recruitments will be made. Before that, they have to decide the initial pay, the scale of salary, പിന്നെ എന്താണ് അഡ്മിസിബിൾ അലവൻസുകൾ, ഇതൊക്കെ നേരത്തെ കൂടി ഡിസൈഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ജോബ് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാൻ സ്പെസിഫിക്കേഷൻസ് വിൽ ബി ഡൺ അക്കോർഡിംഗ് ടു ദ കൺസൾട്ടേഷൻ വിത്ത് ദ ലൈൻ മാനേജേഴ്സ്. അല്ല, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അവര് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി ഈ എന്താ പറയാ റിക്രൂട്ട്മെന്റ് സോഴ്സസ് അതെങ്ങനെ നമുക്കൊന്ന് മെച്ചപ്പെടുത്താം, എങ്ങനെയൊക്കെയാണ് ഈ ഏത് രീതിയിലൊക്കെ നമുക്ക് എന്താ പറയാ പുതിയ പുതിയ റിക്രൂട്ട്മെന്റുകൾ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ആ ഒരു സോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. പ്രധാനമായിട്ടും ഇതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് ഇന്റേണൽ സോഴ്സും മറ്റൊന്ന് എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ പേറോളിനകത്ത് പെട്ടേക്കുന്ന ആൾക്കാർ തന്നെ. പേറോൾ എന്ന് വെച്ചാൽ എന്താ, പേറോൾ പേയ്മെന്റ് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന പേരുകൾ ഇങ്ങനെ എഴുതി, ഒരു ഓർഗനൈസേഷന്റെ മൊത്തം ജോലിക്കാരുടെ പേരുകൾ എഴുതി, അവർക്ക് കൊടുക്കുന്ന പേ സ്കെയിൽ എഴുതി, അതുപോലെ അവർക്ക് കൊടുക്കുന്ന സാലറി എത്രയാണ്, കയ്യിൽ കൊടുക്കുന്ന എത്ര പേ സ്കെയിൽ വേറെ എഴുതുമല്ലോ. അപ്പൊ അതൊക്കെ കൊടുക്കുന്നതൊക്കെ കാണിക്കുന്ന ഒരു രജിസ്റ്റർ ആണ്. അതൊരു രജിസ്റ്റർ ആണ് അല്ലെ. അപ്പൊ പേറോളിന് ഒരു ഓർഗനൈസേഷനിലെ എക്സിസ്റ്റിംഗ് പേറോളിനകത്ത് ഉള്ള പേഴ്സണലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്നു. അവിടെ തന്നെ ഉള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നു. അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് കേട്ടാ. പ്രസന്റ് വർക്കിംഗ് ഫോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രസന്റ് പേ റോൾ ഓഫ് ആൻ ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽസിനെ, തൊഴിലാളികളെ തെരഞ്ഞെടുത്ത് അവിടെ നിയമിക്കുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസീസ് വന്നു കഴിയുമ്പോൾ വിതിൻ ദ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, അപ്ഗ്രഡേഷൻസ് നടത്തുക, ട്രാൻസ്ഫർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ചിലരെ ഡിമോട്ടും ചെയ്യും. ഡിമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ പോളി കിടന്ന ഒരു മുകളിലത്തെ എന്താ പറയാ ടോപ്പ് ലെവലിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ലെവലിലേക്ക് ചില ആൾക്കാർ പണിഷ്മെന്റ് പോലെയൊക്കെ വിടാറുണ്ട്. എന്താ കാരണം, ചിലപ്പോൾ അവർ പെർഫോമിംഗ് വെൽ, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല, ഉഴപ്പുന്നു, അപ്പൊ ഒരു പണിഷ്മെന്റ് പോലെ ഡിമോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത് അവിടെ തന്നെ അപ്ഗ്രഡേഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ എന്തായിരിക്കും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? കൺസിസ്റ്റ് ഓഫ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, പുറത്തുനിന്ന് ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ്. പുറത്തുനിന്നായിരിക്കും നമ്മൾ എംപ്ലോയീസിനെ ഇവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജോലി കൊടുക്കുക. അതാണ് എന്തെന്ന് വിളിക്കുക നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പൊ മറക്കണ്ട, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ഡിവൈഡഡ് ഇൻടു ടു: internal source and external source. Internal source means the persons who are ready to employ from the payroll or അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ്, അവിടെ നിന്ന് തന്നെ എംപ്ലോയ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇഫ് ദർ ഇസ് എനി വേക്കൻസി റിപ്പോർട്ടഡ്, ദ ഓർഗനൈസേഷൻ വിൽ അപ്ഗ്രേഡ്, അവർ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് മേ ബി ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കാം, പ്രൊമോട്ട് ചെയ്തിട്ടായിരിക്കാം, ഡിമോട്ട് ചെയ്തിട്ടായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി അപ്ഗ്രഡേഷൻസ് അതിനകത്ത് വിതിൻ ദ ഓർഗനൈസേഷൻ തന്നെ നടത്തുന്നു. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഹയറിംഗ് പേഴ്സണൽസ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ പുറത്തുനിന്നായിരിക്കും ഇവിടെ എന്താ പറയുക പേഴ്സണൽസിനെ, തൊഴിലാളികളെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അതേതൊക്കെയാണ്? അങ്ങനെ പുറത്തുനിന്ന് പറയുമ്പോ അതെവിടത്തൊക്കെയാണ്? അതാണ് പറഞ്ഞത് ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്. അതായത് പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് ഫ്രഷേഴ്സ് എന്നൊക്കെ പറയും നമ്മൾ, കോളേജ് സ്റ്റുഡൻസ്. അവർക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇനീഷ്യൽ ആയിട്ടുള്ള ജോലിയൊക്കെ അറിയാലോ നമുക്ക്. ഇന്നിപ്പോ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ അത് ചെയ്യണം. അത്രയും ദിവസം, 1-2 ദിവസം അല്ലെങ്കിൽ 1 വീക്കോ, ഇത് ഡിപ്പെൻസ് upon ദ ഓർഗനൈസേഷന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരു ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് പോലെ ഒരു ടാർഗറ്റ് ഒക്കെ പോലെ കൊടുക്കും. അത് വെദർ ദേ അറ്റൈൻ ദാറ്റ് ടാർഗറ്റ്, ആ ടാർഗറ്റ് അവർ അറ്റൈൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ ദർ വിൽ ബി റിഗാർഡ്ലെസ് പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് അവരെ റിഗാർഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അവര് കോളേജ് സ്റ്റുഡൻസിൽ നിന്നൊക്കെ, അതാണ് ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ് എന്ന് പറയാം. പഠിച്ചിറങ്ങി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കുന്ന ആളുകളൊക്കെയാണ്, കുട്ടികളൊക്കെയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് ദ അൺഎംപ്ലോയിഡ്? അതെവിടെയാണ്? അതെന്താ അൺഎംപ്ലോയിഡ് എന്ന് പറയാൻ കാരണം? ജോലിക്കോ അല്ലെങ്കിൽ നല്ല ചിലപ്പോൾ ക്വാളിഫൈഡ് ആണ്, ബുദ്ധിയും ബോധവും ഇത്തിരി ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ദേ ഹാവ് നോ എംപ്ലോയ്മെന്റ്. അത്തരം ആളുകൾക്ക് പക്ഷെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ അവരവരുടെ കഴിവും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് അതിന് കിട്ടുന്ന ഒരു അവസരം കിട്ടാത്തതിന്റെ പേരിൽ അവിടെ പെട്ടുപോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ആളുകൾ തന്നെയുണ്ട്. Those who have skills and abilities to perform any work, എന്തെങ്കിലും ജോലി ചെയ്യാൻ. അപ്പൊ നമ്മളെക്കാളൊക്കെ കഴിവുള്ള ആളുകൾ ഒരുപാട് പേര്, ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്നുണ്ട്. അത്തരം ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ചെയ്യാം, പുറത്തേക്ക് കൊണ്ടുവരാം. അവരെയൊക്കെ പറ്റുമോ? അതായത് ഓർഗനൈസേഷൻസ് ചില ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ they can hire people from there also. അവിടെ നിന്നും അവർക്ക് ഹയർ ചെയ്യാൻ പറ്റും. അതാണ് അൺഎംപ്ലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ. പഠിപ്പില്ല എന്നല്ലാണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, പഠിപ്പ് വിവരമൊക്കെ അല്ലെങ്കിൽ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ദേ ഹാവ് നോ എംപ്ലോയ്മെന്റ്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി പിന്നെ ആരാ? റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. റിട്ടയർ ചെയ്തു, ജോലിയൊക്കെ കഴിഞ്ഞു, 19 വയസ്സൊക്കെ ആയി, റിട്ടയർമെന്റ് ലൈഫാണ്. പക്ഷേ ദേ ആർ വില്ലിംഗ് ടു ഡു സം വർക്ക്. എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഏജ് ഈസ് നോട്ട് എന്താ പറയാ പ്രോബ്ലം. അവർക്ക് വയസ്സ് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. വയസ്സായ, അതായത് വയസ്സൊക്കെ മനസ്സുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതാണ് കുറെയൊക്കെ, അല്ലെ? നമ്മള് നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് ഏജ് എന്ന് പറയുന്നത്. ഇന്ന് ഒത്തിരി ഏജിലായിട്ടുള്ള ഒത്തിരി ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ കഴിവ് നമ്മൾ എടുക്കേണ്ടത്, പുറത്തേക്ക് എടുക്കേണ്ടത് നമ്മൾ മാനസികമായിട്ട്, നമ്മൾ മെന്റലി യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ഔട്ട്. നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും അതെനിക്ക് പറ്റില്ല, ഇത്രയും പ്രായമൊക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിഞ്ഞുകൂടി എവിടെയെങ്കിലും ഇരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ, അത് അവിടെ ഇരിക്കുകയുള്ളൂ ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ അതിനേക്കാൾ ഉപരി ഇതുപോലെ റിട്ടയർഡ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദേ ക്യാൻ ഡു സം വർക്ക്. ഇതുപോലെ എവിടെയെങ്കിലും ജോലി ചെയ്യാം ഓർഗനൈസേഷൻസിൽ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ചെയ്യാൻ പറ്റും. പിന്നെന്താണ് മറ്റ് ആളുകൾ, മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ. സോ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്, അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഫ്രം കോളേജസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഫ്രം ദ കോളേജസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, കോളേജ് സ്റ്റുഡൻസ്. പിന്നെ അൺഎംപ്ലോയിഡ്,
എന്ന് പറയുമ്പോൾ വിത്ത് വൈഡ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് അതാണ്. പിന്നെ റിട്ടയർഡ് എക്സ്പീരിയൻസ് പേഴ്സൺസ് ആൻഡ് ഓൾസോ സം അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഹയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? സോഴ്സസ് ഓഫ് ഡെവലപ്മെന്റ് റിക്രൂട്ട്മെന്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് രണ്ടൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്രൂട്ട്മെന്റും ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റും രണ്ടൊന്ന് വായിച്ചു നോക്കുക. കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ഒരു ഇത് കൂടി നോക്കാം നമുക്ക്. സമയം പോകണമെങ്കിൽ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അടുത്തത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ മെത്തേഡുകൾ, റിക്രൂട്ട്മെന്റിന്റെ ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ പറയുന്നത്. കുറച്ച് അങ്ങനെയുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളപ്പോ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് വീട്ടിൽ മനസ്സിലിട്ട് കൂടി വായിക്കാം, 2-3 പ്രാവശ്യമൊക്കെ വായിക്കാം. Okay, there are different methods or techniques of recruitment. റിക്രൂട്ട്മെന്റിന് പ്രധാനമായിട്ട് കുറച്ച് മെത്തേഡുകൾ ഉണ്ട്, ടെക്നിക്കുകൾ ഉണ്ട്. അത് 3 ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ മെത്തേഡും. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് തേർഡ് പാർട്ടി. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റിംഗ് ഓഫ് സെൻഡിങ് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് ടു എഡ്യൂക്കേഷണൽ ഓർ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് അതൊക്കെ കുറെയൊക്കെ അറിയാം. പ്ലേസ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ചില കോഴ്സസിന് പ്ലേസ്മെന്റ് ഓഫർ ചെയ്യും. ഇതെങ്ങനെയാ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ വരും അവര്. അതായത് ഈ ഏതെങ്കിലും ഓർഗനൈസേഷൻസിലേക്ക് തങ്ങളുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ എംപ്ലോയ് ചെയ്യിക്കാനായിട്ട് സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ചെന്നിട്ട് അവിടെ നിന്ന് അവരുടേതായ സ്റ്റൈലിൽ അവർ ഏത് രീതിയിലാണോ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു രീതി അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ചിലപ്പോൾ ചില ഇന്റർവ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് പോലെ ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ മിയർ ഒരു എന്താ പറയാ കോൺവെർസേഷനിലൂടെ ഒക്കെ ആകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. അവരുടെ രീതിയിലാണ് അവരത് കണ്ടക്ട് ചെയ്യുക. അത് കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവിടുന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടുവരും. അതാണ് പറഞ്ഞേക്കുന്നത്. ട്രാവലിംഗ് റിക്രൂട്ടേഴ്സിനെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ ഒക്കെ എന്ത് ചെയ്യുന്നു, അയക്കുന്നു. അങ്ങോട്ട് പോയിട്ട് അവര് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അതായത് ചിലപ്പോ ചില എക്സിബിഷൻസ് ഒക്കെ അവരുടേതായ ഓർഗനൈസേഷനെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ചില എക്സിബിഷൻസും അവരത് അവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് റിക്രൂട്ട് ഈ കോളേജസിലേക്കും മറ്റ് ടെക്നിക്കൽ സ്കൂളുകളിലേക്കും ഒക്കെയാണ് ഇവര് ഈ ട്രാവലിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സ് പോകുക. അപ്പൊ അങ്ങനെ നേരിട്ട് ചെന്ന് അവിടെ ആവശ്യമുള്ള ആളുകളെ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഇൻഡയറക്റ്റ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്തായിരിക്കും? അഡ്വർടൈസ്മെന്റ് ഇൻ മീഡിയാസ്, പല രീതിയിലുള്ള മീഡിയാസിലെ കൂടി അഡ്വർടൈസ്മെന്റ് കിട്ടിയിട്ട് കൊടുത്തിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന, സെലക്ട് ചെയ്യുന്ന, അട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ന്യൂസ് പേപ്പേഴ്സിലാകാം, റേഡിയോയിലാകാം, പ്രൊഫഷണൽ ജേർണൽസ് എന്ന് വെച്ചാൽ പല പത്രങ്ങൾ, പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രൊഫഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ ഇംഗ്ലീഷ് ജേർണൽസ് ഒക്കെ ഉണ്ട്. അതിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ മാഗസിൻസിലോ അല്ലെങ്കിൽ ബ്രോഷേഴ്സിലോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു മെത്തേഡിൽ
ആളുകളെ റിക്രൂട്ട് ചെയ്യും. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ്, ഡയറക്റ്റ് അല്ലാന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് ആണെങ്കിൽ നേരെ അവിടെ ചെല്ലണം. അത് കോളേജസിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് അവർ നേരെ സന്ദർശിക്കുക റിക്രൂട്ട് ചെയ്യാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. ഇൻഡയറക്റ്റ് മെത്തേഡിൽ അഡ്വർടൈസിംഗ്, ന്യൂസ് പേപ്പർ ആയിരിക്കാം, റേഡിയോ ആയിരിക്കാം, ട്രേഡ്, പ്രൊഫഷണൽ ജേർണൽസ് ആയിരിക്കാം, മാഗസിൻസ്, ബ്രോഷേഴ്സിലൊക്കെ ആയിരിക്കാം. ഇനിയുണ്ട് തേർഡ് പാർട്ടി മെത്തേഡ് ഉണ്ട്. അതെന്താ? അതായത് ദേ മേക്ക് യൂസ് ഓഫ് ദ കമേഴ്സ്യൽ ആൻഡ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. മറ്റ് ഏജൻസീസിന് കൊടുക്കും. അതായത് ചില ഇന്നിപ്പോ അങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ചില എന്താ പറയാ ഏജൻസീസ്, ഏജന്റുമാരായിട്ട് അവരാണ് ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതാണ് തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ ഓരോ സ്ഥലങ്ങളിലേക്കും വേണ്ടി ജോലി ഏത് സ്ഥലങ്ങളിലേക്ക് വേണം നിങ്ങൾക്ക്, നമ്മൾക്ക് ഒരു രജിസ്ട്രേഷൻ, സ്മോൾ ഒരു രജിസ്ട്രേഷൻ ഫീസ് വെച്ചിട്ട് നമ്മുടെ പേരവിടെ രജിസ്റ്റർ ചെയ്തിടും. നമ്മൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാനുള്ള ആ രീതിയൊക്കെ സൗകര്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് ഓർഗനൈസേഷൻസ് ഓൾസോ ക്യാൻ ഫിൽ ദെയർ വേക്കൻസീസ്. അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് അവരുടെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അവിടെ തങ്ങളുടെ ഓർഗനൈസേഷനെ പറ്റി ജോലിക്കാര് ഈ പറയുന്ന ആപ്ലിക്കൻസിലുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് പോലെ, അതാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. കമേഴ്സ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഏജൻസീസ്, പിന്നെ സ്റ്റേറ്റ് ഏജൻസീസ് ഉണ്ട്. പ്ലേസ്മെന്റ് ഓഫ് സ്കൂളുകളിലേക്ക് മറ്റൊക്കെ പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോളേജസിലേക്കും. അതിന് പ്രൊഫഷണൽ അസോസിയേഷൻ, റിക്രൂട്ടിംഗ് ഫേംസ് ഉണ്ട്, മാനേജിംഗ് കൺസൾട്ടിംഗ് ഫേംസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ്. ഇതൊക്കെ തേർഡ് പാർട്ടി മെത്തേഡിലായിരിക്കും. ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുന്നത്. അതായത് അവർ അറിയിക്കും ഇന്ന ഓർഗനൈസേഷനിൽ ആളുകളുടെ ഒഴിവുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ചിലപ്പോൾ അവർ പരസ്യം പോലെ അത് അങ്ങോട്ട് ഷെയർ ചെയ്യും. അത് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്താം. അപ്പൊ ദീസ് ആർ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ 3 രീതിയിലാണ്. ഡയറക്ട് മെത്തേഡിൽ എന്താ പറയുക, റിക്രൂട്ടിംഗ് ട്രാവലേഴ്സ് ആണ്. അതായത് ട്രാവൽ ചെയ്യുന്നു, അവിടേക്ക് പോയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഡയറക്ട് മെത്തേഡ്. ഇൻഡയറക്ട് ന്യൂസ് പേപ്പർ, റേഡിയോ, മറ്റ് മീഡിയാസ്, ബ്രോഷേഴ്സ്, മാഗസിൻസിലൊക്കെ അഡ്വർടൈസ് ചെയ്തിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ കമേഴ്സ്യൽ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, സ്റ്റേറ്റ് ഏജൻസീസ് ഉണ്ടാവും, പ്ലേസ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ടാകും, പ്രൊഫഷണൽ കോളേജസ്, അസോസിയേഷൻസ്, അതുപോലെ റിക്രൂട്ടിംഗ് ഫേംസ്. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടാ. ആ മെത്തേഡ്സ് 3 മെത്തേഡ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഷാരോൺ വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഷാരോൺ, ഷാരോണില്ലേ അവിടെ? തുഷാര വായിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചതാ. വായിച്ചു കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോ പോയിന്റില്? ഇല്ല മിസ്സേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോകാം. മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. അതായത് ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എത്രത്തോളം നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതിനെ അസസ് ചെയ്യണമല്ലോ, ഇവാലുവേറ്റ് ചെയ്യണം, ഒരു വിലയിരുത്തലുകൾ.
അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്താണ്, എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, ഹൗ ദിസ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഹാസ് ബീൻ ഡൺ, എങ്ങനെ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് പീരിയോഡിക്കലായിട്ട് അസസ് ചെയ്യണം. ഹൗ ദീസ് റിക്രൂട്ട്മെന്റ് പോളിസീസ് ഹാവ് ബീൻ ഡൺ, എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തത്, അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഓരോ പീരിയോഡിക്കലായിട്ട് ചിലപ്പോൾ ഒരു 6 months കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 year കൂടുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ട് കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, അതായത് ഓരോ ആപ്ലിക്കന്റിനും വേണ്ടി വരുന്ന ചെലവ്, പിന്നെ അവരുടെ ഹയറിംഗ് റേഷ്യോ, പിന്നെ അവരുടെ ടെന്യൂർ മീൻസ് കാലയളവ്, എത്ര നാളത്തേക്കാണ് അവര് ഇതില് ജോലിക്ക് വേണ്ടി കയറുന്നത്, അവരുടെ പെർഫോമൻസ് അപ്രൈസൽ ഷുഡ് ബി ഓൾസോ കൺസിഡർഡ്. അവരുടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ ഓർഗനൈസേഷൻസ് how they collect the informations about the employees. അതായത് ഓരോ എംപ്ലോയീസും എങ്ങനെയാണ് അവരുടെ ജോലികൾ എത്ര നന്നായി ചെയ്യുന്നു, അവരുടെ ഓരോ അവർക്ക് കൊടുക്കുന്ന ജോബുകളൊക്കെ അവർ എത്ര വെൽ ആയിട്ട് പെർഫോം ചെയ്യുന്നു, അതാണ് പെർഫോമൻസ് അപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുകട്ടുക. അപ്പൊ എത്രത്തോളം ഭംഗിയായിട്ട് ഓരോരുത്തരും അത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അസസ്മെന്റിനകത്ത് വരും. ഈ റിക്രൂട്ട്മെന്റ് അസസ്മെന്റ് നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടത്തണം, പീരിയോഡിക്കലായിട്ട് നടത്തണം. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അന്നേരം ഉൾപ്പെടുത്തണം, എന്തൊക്കെയാണ് വിലയിരുത്തേണ്ടത് അന്നേരം, കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, ഓരോ ആപ്ലിക്കന്റിനും വേണ്ടി വരുന്ന ഏകദേശം ചെലവ്, പിന്നെ അവരുടെ ആപ്ലിക്കേഷൻസിന്റെ ഹയറിംഗ് റേഷ്യോ, പിന്നെ ടെന്യൂർ കാലാവധി, എത്ര കാലം കംപ്ലീറ്റ് ചെയ്തു, റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് എത്ര നാളുകളായി, എത്ര മാസം കംപ്ലീറ്റ് ചെയ്തു, എത്ര ഇയർ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ പെർഫോമൻസ് അപ്രൈസൽ, ഹൗ വെൽ ദ ജോബ്സ് ആർ ഡൺ ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്, അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതും ഇതിനകത്തെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ദീസ് ആർ ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുഴുവനും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്, അതിന്റെ പ്രധാനപ്പെട്ട തട്ടുകളാണ് പറഞ്ഞതെല്ലാം തന്നെ. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഐ തിങ്ക് ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് ജസ്റ്റ് ഒരു നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. പെർഫോമൻസ് അപ്രൈസൽ APPRAISA ഒരു ഹൈഫൻ ഇട്ട് ചെയ്ത it is the process by which organizations collect information about how well WELL employees are doing their job. How well employees are doing their job. ഇങ്ങനെ എത്ര മനോഹരമായി അല്ലെങ്കിൽ എത്ര നന്നായി ഓരോ എംപ്ലോയീസും അവരവരുടെ ജോലികൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ്, അതിനുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. എല്ലാ ഓർഗനൈസേഷനിലും ഈ പെർഫോമൻസ് അപ്രൈസൽ ഒക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എല്ലാ ഓർഗനൈസേഷനിലും ഇത് നടക്കുന്നതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റ് എന്താന്ന് കണ്ടു. റിക്രൂട്ട്മെന്റ് അപ്പൊ ആളുകളെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രോസസ് പറഞ്ഞു, അതിന്റെ സ്റ്റെപ്സ് പറഞ്ഞു, റിക്രൂട്ട്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് സെലക്ഷൻ. ഇനി എന്താണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട ഒരു കാര്യമാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ദർ വിൽ ബി ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോലി ഒഴിവുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുമല്ല. ഈ പറയുന്ന ഏതെങ്കിലും രീതിയിലൂടെ ആളുകൾ അറിയുമ്പോൾ അവര് ദേ മേ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. ആ പോസ്റ്റിന് വേണ്ടി ചിലപ്പോൾ ഒത്തിരി ആളുകൾ അപ്ലൈ ചെയ്യും. ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 10,000 കണക്കിന് ആപ്ലിക്കേഷൻസ് ചില ഓർഗനൈസേഷൻസിൽ കിട്ടാനുണ്ട്. അത് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഘടകം കൂടിയാണ് കേട്ടോ. നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗുഡ് വിൽ ഒക്കെ ഉള്ള നല്ല പേരൊക്കെ ഉള്ള ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൽ പെട്ടെന്ന് ഒഴിവുകൾ വരുമ്പോൾ ആളുകൾ തള്ളി കയറും അല്ലെ.
ഇപ്പൊ നമ്മളുടെ മെട്രോ ഒക്കെ പുതിയത് വന്നു കഴിഞ്ഞപ്പോ അവിടെ ജോലി വീണെന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അതൊക്കെ ഒരു ടെക്നോളജി വളരുന്നതിന്റെ ഫലമായിട്ട് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇക്കോണമിയുടെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അതിനകത്തേക്ക് അല്ലെ നമ്മള് ഒരു കുഴപ്പമില്ല, നല്ലൊരു ഓർഗനൈസ് കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളത് അല്ലെ. നമ്മുടെ ലുലു മാളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടി. ആ ഒരു വലിയൊരു സംരംഭം അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഐ തിങ്ക് ഒത്തിരി ആളുകൾ അവിടുത്തെ നിയർ ബൈയിലുള്ള ആളുകൾക്ക് ആയിക്കോട്ടെ, ഫാർ ആൻഡ് നിയർ ഉള്ള ആളുകളൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒത്തിരി ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അതേസമയം മോശമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര വെൽ ഡെവലപ്ഡ് ഒന്നും അല്ല, ഒരു സാധാ പോലത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടിയാലായി അതിനുള്ളൂ. വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊന്നും അല്ല അവിടെ വർക്ക് ചെയ്യാം. ചില ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ അങ്ങനെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ്. From all these applications, they have to make some selections. പക്ഷെ ഇത്രയും ആപ്ലിക്കേഷൻസിൽ നിന്ന് എന്താണ് പറയാ, സെലക്ഷൻ നടത്തണം അല്ലെ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ, ഒരു പ്രൊസീജിയർ ആണ്. they have to collect informations regarding the applicant. ഈ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ആപ്ലിക്കന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യണം. അതായത് ഓരോ ആപ്ലിക്കന്റും അവരുടെ എന്താ പറയാ അവരുടേതായ ഇൻഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. വെദർ ദ ആപ്ലിക്കന്റ് ഹാവ് ടു ക്യാൻ മീറ്റ് ദ ക്വാളിഫിക്കേഷൻ ഫോർ ദ പർട്ടിക്കുലർ ജോബ്. നമ്മൾ ഓഫർ ചെയ്യുന്ന ജോബിന് വേണ്ട രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ ആൾക്കുണ്ടോന്ന് അല്ലെ. ഇപ്പൊ ഒരു ജോബ് ടീച്ചറിന്റെ ജോബാണ്, അപ്പൊ ടീച്ചറിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് സ്വീകരിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ ആൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ബയോഡാറ്റയും അയാളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമ്മളെടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അത് നോക്കണം. പിന്നെ എന്താണ് പറയാ, ടു സെലക്ട് ദ ആപ്ലിക്കന്റ് ഫ്രം ദ ആപ്ലിക്കൻസ് മോസ്റ്റ് ലൈക്ലി ടു ക്യാരി ഔട്ട് ദ ജോബ് ആസ് ഗുഡ് ആസ് പോസിബിൾ അല്ലെ. ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ, ആ ജോബ് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളെ ഇത്രയും ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സെലക്ഷന്റെ സമയത്ത് നോക്കണം. വെദർ ദ ആപ്ലിക്കന്റ് മീറ്റ്സ് ദ ക്വാളിഫിക്കേഷൻസ് ഫോർ ദ പർട്ടിക്കുലർ ജോബ്. ഒന്ന്, ആ ജോബിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഈ പറഞ്ഞ ആപ്ലിക്കന്റിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാളുടെ ക്വാളിഫിക്കേഷൻ അതിന് ഉതകുന്നതാണോ. പിന്നെന്താണ് രണ്ടാമത്തേത്, ടു സെലക്ട് ദ ആപ്ലിക്കന്റ് ഹു ഈസ് മോസ്റ്റ് ലൈക്ലി ടു ക്യാരി ഔട്ട് വെൽ ഇൻ ദാറ്റ് ജോബ്. ആ ജോലിയെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആപ്ലിക്കന്റുകളെ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക. അപ്പൊ രണ്ട് സെലക്ഷൻസ് ആണ്. സെലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഓർത്തിരിക്കണം എന്നാണ്. അതാണ് സെലക്ഷന്റെ പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ്. ഇനി സെലക്ഷൻ ഇൻവോൾവ്സ് ചൂസിംഗ് ബിറ്റ്വീൻ ദ ആപ്ലിക്കൻസ് ഫോർ ജോബ്സ് ആൻഡ് റിമൂവിംഗ് ദ ആപ്ലിക്കൻസ് ഹു ആർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്. അപ്പൊ അതും കൂടി ഉണ്ട് ഇതിനകത്തുനിന്ന്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു 10 ആൾക്കാരെ സെലക്ട് ചെയ്യണം, അതിൽ 10,000 അല്ലെങ്കിൽ 2,000 ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് വന്നു. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എപ്പോഴും കൂടുതലായിരിക്കുള്ളൂ നല്ല ഓർഗനൈസേഷൻ ആണെങ്കിൽ. മോശം ഓർഗനൈസേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഇതൊക്കെ പരസ്യമൊക്കെ കൊടുത്തു, പക്ഷെ നോബഡി ഈസ് അപ്ലൈങ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അത്ര നല്ല ഒരു ഇതല്ല ആ ഓർഗനൈസേഷൻ എന്നാണ്. ആരും തന്നെ ആപ്ലിക്കേഷൻ അയക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും പോരായ്മകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആരും തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനത്. എന്നാൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ആപ്ലിക്കൻസ്. ഒത്തിരി ആപ്ലിക്കൻസ് അവിടെ ഉണ്ടായിരിക്കും അവരുടെ ജോബിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന. അപ്പൊ അതിൽ നിന്ന് നല്ല ഒരു ആപ്ലിക്കൻസിനെ നോക്കി അവരുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കി സെലക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ അതിനകത്ത് മറ്റൊരു പ്രോസസ്സാണ് ദേ ഹാവ് ടു റിമൂവ് ദ അൺവാണ്ടഡ്. വേണ്ടാത്തവരെ അല്ലെങ്കിൽ ഈ ക്വാളിഫൈഡ് അല്ലാത്തവരെ അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ അല്ലാത്തവരെ റിജക്ട് ചെയ്യുകയും വേണം കേട്ടോ. സെലക്ഷനും റിജക്ഷനും അതേസമയം നടക്കുന്നുണ്ട്. സെലക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്, ഓട്ടോമാറ്റിക്കലി സം വിൽ ബി റിജക്റ്റഡ്. എല്ലാവരും സെലക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കുറച്ച് പേര് റിജക്ട് ചെയ്തു, അവരെ എടുക്കുന്നില്ല. 10 ആൾക്കാർ വേണം, 10 പേരെ നമ്മൾ ഈ 1000 പേരിൽ നിന്നോ 10,000 പേരിൽ നിന്നോ സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ടവർ നമ്മൾ എടുത്തു, അതേഴ്സ് ആർ റിജക്റ്റഡ്, മറ്റുള്ളവർ റിജക്ട് ചെയ്തു. അതാണ് സെലക്ഷന്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോ വൈൽ സെലക്ഷൻ ഡൂയിങ് സെലക്ഷൻസ്, അപ്പൊ ഈ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് പറയാ, ദേ ഹാവ് ടു കൺസിഡർ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ഓർഗനൈസേഷന്റെ നീഡ്സ്, ടെക്നിക്കൽ, പ്രൊഫഷണൽ ഒക്കെ കാര്യങ്ങള്. അതായത് ഓരോ ഓർഗനൈസേഷന്റെ എന്താ പറയാ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളെ ഓർഗനൈസേഷൻ്റെതായ കാര്യങ്ങളൊക്കെ
മുന്നിൽ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ സെലക്ഷൻസ് നടത്താൻ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. While planning a selection policy, due consideration should be given to organizational needs as well as technical and professional extent of selection procedures. അതിന്റെ സാങ്കേതികപരമായിട്ടുള്ളതും പ്രൊഫഷണൽ പരമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കണ്ടിട്ട് വേണം സെലക്ഷൻസ് നടത്താനായിട്ട്. അതാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ റിക്രൂട്ട് ചെയ്യുന്നതിന് സെലക്ഷൻ ആവശ്യമാണ്. ആ സെലക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. നല്ല സ്പെസിഫിക് നമ്മുടെ ജോബ് കൊടുക്കുന്ന ജോലി കൃത്യമായി ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ, അയാൾക്ക് അത് എത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സം applicants will be received and others should be rejected. അതിനകത്ത് നിന്ന് ആവശ്യമുള്ളവരെ നമ്മൾ എടുക്കുന്നു, അൺവാണ്ടഡ് ആയിട്ടുള്ള അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ റിജക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും സെലക്ഷൻ മനസ്സിലായോ? എന്താന്ന് സെലക്ഷൻ അത്ര ബുദ്ധിമുട്ടില്ല. ഐ തിങ്ക് അത് എളുപ്പമുള്ള കാര്യമാണ്. നമുക്കറിയാലോ സെലക്ഷൻസ് സാധാരണ ഓർഗനൈസേഷനിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കാം. ഒരു ജോലിക്ക് ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ ഫയലുകളിലാക്കി സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെ? എല്ലായിടത്തും നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജോലികൾ കിട്ടുമായിരുന്നെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നില്ല അങ്ങനെയാണെങ്കിൽ. അങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷനും തെരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതിനെ നോക്കിയായിരിക്കും അവർ തെരഞ്ഞെടുക്കുക. അല്ലാത്തതിന് it will be rejected. Okay, അപ്പൊ എത്രയാണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? നോട്ട് ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ വായിച്ചു നോക്കാം. ആ ഒരു സെലക്ഷൻ എന്ന് പറയുന്ന ഹെഡ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. അടുത്തത് സെലക്ഷന്റെ സ്റ്റെപ്സ് ആണ്. നമ്മളത് എടുക്കുന്നില്ല, കാരണം സ്റ്റെപ്സ് ഒരുമിച്ച് പറയാൻ തുടങ്ങിയ കുറച്ചുണ്ട്. 5-6 പോയിന്റ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് ഇവിടെ വരെ എടുത്തോടത്തോളം വരെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. Thank you.